കിട്ടിയില്ല. 5 പൈസ കിട്ടിയില്ല. ഞാൻ ഈയിടെ പിന്നെ ഇവിടെ ചിറയൻകീഴ് താലൂക്കിൽ ഇത് കണക്കൊരു അപേക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തായിരുന്നു. പക്ഷേ അവർ ഒന്നും അതിന് വേണ്ടുന്നൊന്നും ചെയ്തില്ല. ആരുമില്ലാത്തവർക്ക് നമ്മുടെ പ്രേക്ഷകർ ഉണ്ടാവുന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ നാളുകളിലൊക്കെ ഒരു സാമ്പത്തികമായിട്ട് സഹായം ചോദിക്കുന്ന സമയത്ത് വ്യക്തിപരമായിട്ട് സഹായിക്കാനില്ല. കുടുംബശ്രീ എന്നുള്ള സഹായം കൊടുത്തു. ഏകദേശം 5 വർഷത്തിന് മേളിലായി ആൾ ഈ ഒരു അവസ്ഥയിലായിട്ട്. നമസ്കാരം. ഞാൻ തൊട്ട് മുമ്പ് ഇവിടെ എത്തുന്നതിന് മുമ്പ് ഇപ്പോൾ കടയ്ക്കാവൂർ പഞ്ചായത്തിലെ 13-ാം വാർഡല്ലേ ഇത്. 13-ാം വാർഡിൽ ഞാൻ എത്തുന്ന മുമ്പേ ഒരു വാർത്തയായിരുന്നു. ഈ ചാത്തമ്പാറയുള്ള മറ്റൊരു വില്ലയിലെ വാർത്തയായിരുന്നു. അവിടെ ഒരു വാർഡ് മെമ്പറെ ഞാൻ വിളിച്ചിട്ട് കുറേ ദേഷ്യപ്പെടേണ്ടി വന്നു. കാരണം വെച്ചാൽ ആ വാർഡിലെ ജനങ്ങളുടെ അവസ്ഥ അത്രയും ശോചനീയ അവസ്ഥയായിട്ട് പുള്ളിയെ വിളിച്ച പുള്ളി പറയുന്നു ഗ്രാമസഭയിൽ നിൽക്കുകയാണ്, എനിക്ക് വരാൻ പറ്റില്ല, എന്തിനാണ് ഗ്രാമസഭ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഇപ്പോൾ അതിനുശേഷം എനിക്ക് വന്ന കോള് ഇവിടെയാണ്, കടയ്ക്കാവൂർ പഞ്ചായത്തിലെ 13-ാം വാർഡാണ്. അഭിലാഷ് മെമ്പറാണ്. അഭിലാഷ് മെമ്പറിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. കുടിവെള്ളം കിട്ടാത്തതുകൊണ്ട് വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ മെമ്പറാണ്. മെമ്പർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അത്യാവശ്യമായിട്ട് വരണം, ഇവിടെ ഒരു ഫാമിലി ഉണ്ട്, അബ്ദുൾ റക്ക് ചേട്ടൻ, അതുപോലെ തന്നെ അമ്മ വന്നമ്മ സുലൈഖ അമ്മ എന്നല്ലേ പേര്, സുലൈഖ ബേബി അല്ലേ, അമ്മയുണ്ട്. കാരണം വേറൊരു നിവൃത്തിയുമില്ല ഇവർക്ക് ജീവിക്കാനായിട്ട്. മകൻ ജയിലിലാണല്ലേ, പുറത്ത് ജയിലിലാണല്ലേ മകൻ. ഇപ്പോൾ ഈ മാമൻ്റെ വിഷയമൊക്കെ, മാമനിപ്പോൾ എന്താ പറയുക, ക്യാൻസറാണ്. മാമൻ്റെ നാക്കെല്ലാം മുറിച്ചു മാറ്റി, സംസാരിക്കാനൊന്നും പറ്റത്തില്ല, അത്രയും വിഷയമാണ്. അപ്പോൾ അഭിലാഷ് മെമ്പറാണ് എന്നെ വിളിച്ച് പറയാം. അഭിലാഷേ എന്താടാ വിഷയം കാണുന്നത് പറയോ? അല്ല, നിലവിൽ ഓൾറെഡി എനിക്കറിയാവുന്ന ഒരു ഫാമിലിയാണ്. ആൾക്ക് കുറേ നാൾ ക്യാൻസർ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് വലിയ സാമ്പത്തികമൊക്കെ വേണ്ടി വന്നു. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ നാളുകളിലൊക്കെ ഒരു സാമ്പത്തികമായിട്ട് സഹായം ചോദിക്കുന്ന സമയത്ത് വ്യക്തിപരമായിട്ട് സഹായിക്കാനില്ല. കുടുംബശ്രീ എന്നുള്ള സഹായം കൊടുത്തു. ഏകദേശം 5 വർഷത്തിന് മേളിലായി ആൾ ഈ ഒരു അവസ്ഥയിലായിട്ട്. അപ്പം ആൾക്ക് ചിലവിന് വേണ്ടിയിട്ടും മറ്റാരോഗ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ചികിത്സയായിട്ടൊക്കെ ബന്ധപ്പെട്ട് നല്ലൊരു ഫണ്ട് വേണം. ഇവർ പലയിടത്തായിട്ടൊക്കെ ചെറുതും വലുതായിട്ട് കടങ്ങൾ വാങ്ങിക്കൂട്ടി ആളുടെ ജീവൻ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ആൾ വിഷമത്തോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കാര്യം, ആൾക്ക് വലിയ രീതിയിൽ ലോണായി. ഇയാളുടെ ചികിത്സയ്ക്ക് വേണ്ടി പല സമയങ്ങളിലായിട്ട് ലോൺ കിടന്ന് പെരുകി ഈ കിടക്കാടം നഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. നിവേദനങ്ങളുടെ കാലമാണ്. കാരണം നമ്മുടെ ഈ 21 മന്ത്രിമാരും മുഖ്യമന്ത്രിയൊക്കെ ബസ്സൊക്കെ പിടിച്ച് ഇങ്ങനെ നിവേദനങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം കേരള യാത്രയൊന്നും പകുതിയായിട്ടില്ല. 3 ലക്ഷം 4 ലക്ഷമൊക്കെ ആയി നിവേദനം. അതിൽ ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഞാൻ അറിയാൻ കഴിഞ്ഞത് 168 200 മാത്രം കണ്ടേ ഉള്ളൂ പരിഹാരം കിട്ടിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ കിട്ടുന്ന നിവേദനങ്ങളെല്ലാം ഈ ജനങ്ങൾ എവിടെയാണോ കൊടുത്തത് അവിടെ പരിഹാരമില്ലാത്തത് കൊണ്ട് തിരിച്ച് അവരെ കൈ വന്ന സാധനം അതേ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വീണ്ടും പോകുന്ന അവസ്ഥയൊക്കെ നമ്മൾ കണ്ടു. നമ്മളല്ല, എല്ലാവരും സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം, കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മൾ ഈ പറയും പോലെ വിളിച്ചിട്ടുണ്ട് നിവേദനം കൊടുത്തോ? അതെ, ആളെ വിവരം അറിയിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ആൾ സ്ഥലത്തെത്തിയാൽ തന്നെ എന്തെങ്കിലുമൊക്കെ ആളുടെ കാര്യത്തിൽ ചെയ്യാമെന്നൊരു ഉറപ്പും കിട്ടിയിട്ടുണ്ട്. ആളുടെ PA അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുമുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ആൾ സ്ഥലത്തെത്തിയാൽ ഫാമിലി പറ്റുകയാണെങ്കിൽ ഒന്നുകൊണ്ട് കാണിക്കണം. എന്തെങ്കിലും അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഇപ്പം കേരള സർക്കാരിനല്ലാതെ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് ഈ 3 ലക്ഷം 4 ലക്ഷം 5 ലക്ഷം 10 ലക്ഷം പരാതിയൊക്കെ ഉണ്ടെന്ന് കേട്ടു. അതൊന്നും പരിഹരിക്കാൻ അവർക്ക് സമയമില്ല. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും സോഴ്സ് ഉണ്ടോ ചെയ്യാനായിട്ട്? വേറെ ചെയ്യാനെന്ന് പറയുന്നത് ഈ പറഞ്ഞ ആളുകളുടെ സഹായം തേടുക എന്നുള്ളതല്ലാതെ മറ്റേ ഒരു സോഴ്സും ഇല്ല. അത്രയേ ഉള്ളൂ. കാരണം ഇപ്പം ദിവസം നീണ്ടു പോകും തോറും പുരയിടം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലാണ്. ഈ പുരയിടം ഒരു പക്ഷേ അവർ ഈ പറഞ്ഞ കണക്ക് കടം വെച്ചതും ആളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ ഒരൊറ്റ അമ്മ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റും? ഈ പ്രൈം മിനിസ്റ്ററുടെ എന്തെങ്കിലും സംഭവം റിലീഫ് ഫണ്ട് ഉണ്ട്. ആൾക്ക് ചികിത്സയ്ക്കും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് കിട്ടുന്നൊരു ഫണ്ടാണ്. അപ്പം അത് അല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പ് അപേക്ഷ പോയിട്ടില്ല. വളരെ പെട്ടെന്ന് ആൾക്ക് അപേക്ഷ കൊടുക്കാനുള്ളതേ ഉള്ളൂ. അവരുടെ ചികിത്സാ സഹായങ്ങൾ നടക്കും ആൾക്ക്. അമ്മ പിന്നെ നമ്മുടെ അബ്ദുൾ ചേട്ടന് എത്ര വയസ്സായി? അമ്മ 60 വയസ്സ്. 60 വയസ്സായി. അമ്മയ്ക്ക് എത്ര വയസ്സായി? 55 വയസ്സായി. വല്ല നോക്കിയായിരുന്നു വേറെ രീതിയിലോ അല്ലെങ്കിൽ ചികിത്സാ സഹായമൊക്കെ സംസ്ഥാന സർക്കാരിന് ഒന്നും കിട്ടിയില്ല? 5 പൈസ കിട്ടിയില്ല. ഞാൻ ഈയിടെ പിന്നെ ഇവിടെ ചിറയൻകീഴ് താലൂക്കിൽ ഇത് കണക്കൊരു അപേക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തായിരുന്നു. പക്ഷേ അവർ ഒന്നും അതിന് വേണ്ടുന്നൊന്നും ചെയ്തില്ല. ഏതായാലും ആരുമില്ലാത്തവർക്ക് നമ്മുടെ പ്രേക്ഷകർ ഉണ്ടാവുന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരെ സഹായിച്ച ചരിത്രം എനിക്കുണ്ട്. ഞാൻ വാർത്ത ചെയ്യുമ്പോഴത്തേക്ക് കൈപിടിച്ച് ഉയർത്തിയ ഒരുപാട് എൻ്റെ പ്രേക്ഷക സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ആ ഒരു വിശ്വാസത്തോടു കൂടി ഈ വാർത്തയും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. എന്തായാലും അക്കൗണ്ട് നമ്പർ ഞാൻ കൊടുക്കുന്നില്ല. അമ്മയുടെ നമ്പർ കൊടുക്കണ്ടേ? കൊടുക്കാമല്ലോ. അമ്മയുടെ നമ്പർ ഞാൻ എന്തായാലും കൊടുക്കുകയാണ്. അമ്മയുടെ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതാണ് അവസ്ഥ. ആരും സഹായിക്കാനില്ല. അപ്പം പ്രൈം മിനിസ്റ്ററിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്താമെന്നും പറയുന്നു മെമ്പർ. അത് ആ പാർട്ടിയിലോട്ടാണല്ലേ? അതെ, BJP മെമ്പറാണ്. പരമാവധി അത് കിട്ടാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും വരുന്ന തന്നെ. അദ്ദേഹം ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളും
നമ്മളെല്ലാം ആകുന്ന കാര്യങ്ങളൊക്കെ നമ്മളും ചെയ്യുക. എന്തായാലും ഈ വാർത്ത സമർപ്പിക്കുകയാണ്. വിസ്മയസ് വേണ്ടി ക്യാമറമാൻ അഭിലാഷിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിക.